പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന പുറത്തു നിന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ദൈവമേ ഇപ്പോൾ നടന്ന പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് ഒരു പോംവഴി എന്നുള്ളതിനെ കുറിച്ച്. അപ്പോഴാണ് നവ്യ നയനയ്ക്കരികിലേക്ക് വരുന്നത്. എന്താടി നിന്റെ മുഖം വീർപ്പിച്ചിരിക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. കണ്ടില്ലേടി എങ്ങനെയാണ് ഒറ്റയ്ക്ക് നിന്നിട്ട് എല്ലാവരുടെയും കണ്ണിൽ വിരലിട്ട് ചൂടുന്നത് പോലെ ചെയ്യേണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഞാന് കൊക്കാണടി എന്നൊക്കെ പറയാണേ. നീ വലിയ ത്യാഗിയെ പോലെ ഞാൻ വീട് വിട്ടു പോകുന്നു എന്ന് പലതവണ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ പോയിരുന്നെങ്കിൽ അതിന്റെ നഷ്ടം നിനക്ക് തന്നെയല്ലേ? എന്തായാലും ഞാൻ പറഞ്ഞത് കൊണ്ട് എല്ലാം ഇപ്പൊ ഇങ്ങനെ അവസാനിച്ചു. നിന്നെ ഞാൻ വിട്ടുകൊടുത്ത് സംസാരിച്ചില്ല, എന്നെയും ഞാൻ വിട്ടുകൊടുത്ത് സംസാരിച്ചില്ല. ഇതൊക്കെ കേട്ടിട്ടും നയൻ എങ്ങനെ മിണ്ടാതെ ഭയങ്കര ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണേ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇങ്ങനെ നോക്കി നിന്നാ എന്താണ് അതിന്റെ അർത്ഥം? ഇനിയെങ്കിലും നീ എന്നെ പോലെ ചിന്തിച്ച് ബുദ്ധിശാലിയെ പോലെ നടന്നാൽ നിനക്ക് കൊള്ളാം എന്ന് പറയുമ്പോ നയന നവ്യയുടെ കാരണം നോക്കിയിട്ടൊന്ന് പൊട്ടിക്കാണ് കേട്ടോ. നീയൊക്കെ ഒരു ചേച്ചിയാണോടി? നിനക്ക് ഒട്ടും നാണോ ഇല്ലേ? ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സ്ഥാനാണെന്നൊക്കെ പറയും. എന്നാ നീ എന്തൊക്കെ ചെയ്തു? നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സത്യം പറയുന്നു ഒരുപാട് തവണ പറഞ്ഞതാണ്. അവസാനം എന്തായെന്ന് കണ്ടില്ലേ? നീ നിന്നെ നാണം കെടുത്തി എന്നത് മാത്രമല്ല, എന്നെ, അച്ഛനെ, അമ്മയെ, നന്ദുവിനെ എല്ലാവരെയും നീ നാണം കെടുത്തിയില്ലേ? അത് മാത്രമാണോ? സത്യം പറയാൻ വേണ്ടി പോയ എന്നെ നീ തടഞ്ഞു നിർത്തിയിട്ട് എന്തെല്ലാം പറഞ്ഞിട്ടാണ് വരട്ടിയത്? നീ ചത്താലും കുഴപ്പമില്ലായിരുന്നു, ഞാൻ സത്യം പറയണമായിരുന്നു. ഡി നയനെ എന്ന് പറഞ്ഞ് നവ്യ വിളിക്കുന്ന സമയത്ത് മിണ്ടരുത്, ഒരക്ഷരം പോലും മിണ്ടി പോകരുത്. അറിയാതെ ചെയ്യുന്നതിനാണ് തെറ്റ് എന്ന് പറയുന്നത്. എന്നാ നീ അറിഞ്ഞുകൊണ്ട് ചെയ്തു. ഇതിന്റെ പേരെന്താന്നുള്ള കാര്യം നിനക്കറിയോ? കഴപ്പ്. നിന്റെ ശരീരാംശകൾ അതാണ്. ആ ഭ്രാന്തിന്റെ മേലെയാണ് നീ ആര് എന്ത് പേര് കെട്ടുപോയാലും ഞാൻ നന്നായിട്ട് ഇരുന്നാൽ മതി എന്നുള്ള പേരിൽ നീ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്നാ ചേച്ചി, എന്നെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സ് എങ്ങനെ വേദനിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇനി ഒരു തവണയും കൂടി നീ ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്താൽ, ചെയ്യല്ല, നീ അതിനെക്കുറിച്ച് ചിന്തിക്കെങ്കിലും ചെയ്താൽ, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പോലും മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നീയൊന്നും ഒരു മനുഷ്യനായി ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നോക്കുന്നത്? നീ എൻ്റെ ചേച്ചിയാണ്. എന്നെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് നീ എന്നെ നോക്കണം. പക്ഷെ നിനക്ക് അതിനേക്കുള്ള കഴിവൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നിന്നേക്കാൾ ഒരു പടി മുന്നിൽ വന്നിട്ട് നിന്നെ ഞാൻ അടിച്ച് തിരുത്തണമായിരുന്നു. അത് ഞാൻ ചെയ്യാതെ വിട്ടത് എൻ്റെ തെറ്റാണ്. അമ്മ ചെയ്യാത്തത് വരെ ഞാൻ ചെയ്തു. ഇനി മുതൽ ഈ വീട്ടില് നിന്റെ അമ്മയും അമ്മായിമ്മയും എല്ലാം ഞാനാണ്. ഇനി എന്തെങ്കിലും നീ ഇതുപോലത്തെ കാര്യം ചെയ്യണം എന്നുള്ള കാര്യം വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും. നിന്റെ ജീവിതം നശിപ്പിച്ചു എന്നുള്ളത് പോരാത്തതിന് എൻ്റെ ജീവിതവും നീ നശിപ്പിച്ചു. എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നിട്ട് നീ ചെയ്ത വലിയ കാര്യം, അത് നീ എങ്ങനെ ശരിയാക്കാൻ വേണ്ടി പോകുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയനെ, ഇനി ഞാൻ നിനക്ക് സപ്പോർട്ടായി നിൽക്കും. നിന്നെ കൊണ്ട് പറ്റുന്നതല്ല, അതിനേക്കാൾ മുകളിലുള്ള കാര്യങ്ങൾ നീ ചെയ്തു കഴിഞ്ഞു. എൻ്റെ ജീവിതം ഞാൻ നോക്കിക്കോളാം. എപ്പോഴെങ്കിലും നീ എൻ്റെ ജീവിതത്തിന് കുറുകെ വന്നിട്ട് എന്തെങ്കിലും ഒപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ തല്ലി കൊല്ലുന്നത് അറിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നയന അവിടുന്ന് പോകുന്നത്. തുടർന്ന് കാണിക്കുന്നത് ആദർശും ദേവയാനിയും കൂടി സംസാരിക്കുന്നതാണ് കേട്ടോ. ആദർശിന്റെ അടുത്ത്, നീ എങ്ങനെയാണ് ഇത്രയും വലിയൊരു കാര്യം നിന്റെ മനസ്സിൽ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചത്? നീ ഒരുപാട് വളർന്നു, പക്വതപ്പെട്ടു. നിന്റെ കല്യാണ ജീവിതമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായി, അതിന് ശേഷമെങ്കിലും നന്നായിട്ട് പോകുകയോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ വരികയോ ഒന്നുമില്ലാണ്ട് എല്ലാം തുലഞ്ഞു. എന്തായാലും ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ അച്ഛൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഈ ലോകത്ത് ഏത് മൂലയിൽ നിന്നിട്ടാണെങ്കിലും ഡോക്ടറെ കൊണ്ടുവരണം. ചികിത്സയ്ക്ക് എത്ര പണം വേണമെങ്കിലും നമ്മുടെ സ്വത്തുക്കൾ മൊത്തം വിറ്റിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ചികിത്സിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ദേവയാനി പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനം മുത്തശ്ശന്റെ ജീവിതമാണ്. അവർക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നയനയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതെനിക്ക് അറിയാമെന്ന് ആദർശ് പറയുമ്പോൾ നമ്മൾ ഈ വിഷയത്തിന്റെ പേരിൽ അവളെ പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശന് അത് ഒരുപാട് ഫീൽ ചെയ്യും. അവരുടെ ജീവിതം ശരിയാവുന്നത് വരെ നല്ലവരോ ചീത്തവരോ ആരാണെങ്കിലും ഈ വീട്ടை വിട്ട് പോകാൻ പാടില്ല. നമ്മുടെ കുടുംബം ചികയരുത് എന്നുള്ള കാര്യം അവര് മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ നന്മ മനസ്സിലാക്കാതെ ഇവര് അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ കളിയൊക്കെ കളിക്കുന്ന കണ്ടില്ലേ? ഇവർക്കൊക്കെ കിട്ടേണ്ടത് കിട്ടണം, അപ്പോഴേ ഇവരൊക്കെ ശരിയാവുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അതെ അമ്മേ, അത് ശരിയാണ്. എന്തായാലും മുത്തശ്ശിന്റെ ആരോഗ്യം ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് നയനയുടെ വിഷയത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്.
തീരുമാനം എന്നാൽ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞതാണ്, ഞാൻ അവളെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല എന്ന്. ഇന്നത്തോടെ ആ തീരുമാനം അവൾ ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ആദർശ് അന്ന് അവള് തലമുടിയിട്ട് മണ്ഡപത്തിൽ വന്ന കാര്യത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ട് പോലുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. എത്രയൊക്കെ നമ്മൾ അവളെയൊക്കെ തലയിലേറ്റി വെച്ച് കഴിഞ്ഞാലും അവരുടെ ആ സ്വഭാവം കാണിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവളുടെ ചേച്ചി മരിക്കുന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണോ അവൾ സ്വയം മിണ്ടാതിരുന്നതാണോ എന്നൊക്കെയാണ് ദേവയാനിയുടെ സംശയം കേട്ടോ. ഇവളുടെയൊക്കെ ബുദ്ധി എവിടെ പോയടാ? എന്തായാലും അവൾ പറയുന്ന കാര്യമൊന്നും അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രമാണോ ഇനി എന്തെല്ലാം കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ ആർക്കറിയാം. ഇനി അവളെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ കല്ലെന്തെങ്കിലും ഇട്ടിട്ട് കൊല്ലില്ല എന്താത്ര ഉറപ്പ്? അമ്മ ഒന്നുകൊണ്ട് മനസ്സിൽ അവൾക്ക് ഇടയില്ല. മുത്തശ്ശനൊന്നും ശരിയായിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ആദർശ്. തുടർന്ന് ആദർശ് നേരെ ചെല്ലുന്നത് റൂമിലാണ്. റൂമിൽ ചെന്ന് നോക്കുമ്പോൾ നയനെ അവിടുന്ന് കാണുമ്പോൾ കലിപ്പോട് കൂട്ടിയിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കുന്ന ആദർശിനെ തടഞ്ഞു നിർത്തിയിട്ട്, ആദർശേട്ട എനിക്കൊന്ന് സംസാരിക്കണം, ഒന്ന് നിൽക്കുമെന്ന് പറയുകയാണേ. ക്ഷമിക്കണം എന്ന് ആദർശേട്ട പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കുറഞ്ഞ രീതിയിലായി പോവും. അതിന് പകരമായിട്ട് നിങ്ങൾ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ, അത് ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. അതിന് നിന്നെ ശിക്ഷിക്കുന്നതിനും രക്ഷിക്കുന്നതിനൊക്കെ ഞാൻ നിന്റെ ആരാണ്? ദയവ് ചെയ്തിട്ട് നിന്റെ അഭിനയൊന്നും എന്റെ മുമ്പിൽ കാണിക്കണ്ട. ഇത്രയും നാള് നീ ഈ കുടുംബത്തോട് കാണിക്കുന്ന ആത്മാർത്ഥത കണ്ടിട്ട് ഞാൻ നിന്നെ വിശ്വസിച്ചു പോയി. ഇനി നിന്റെ അഭിനയം കണ്ടിട്ട് നിന്നെ വിശ്വസിക്കാൻ ഞാൻ എന്താ പൊട്ടനൊന്നുമല്ല. എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്ന് വരെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നൊന്ന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണേ. ഇപ്പോ നീ ചെയ്തത് എന്താ ദ്രോഹമല്ലേ? അല്ലെങ്കിൽ ഇത് ദ്രോഹമാണെന്ന് അറിയാതെ ചെയ്തു പോയി എന്ന് പറയാനാണോ? നിന്റെ മേലെ വിശ്വസം വെച്ച് എനിച്ചിരുന്ന വിശ്വാസം എല്ലാം നുറുക്കി കളഞ്ഞിട്ട് നീ ഇപ്പോ അതിനെ ന്യായീകരിക്കുകയാണോ? നിന്റെ പേരിലുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ജലജയുടെ അടുത്ത് ചലഞ്ച് ചെയ്തിട്ട് ആദർശ് അങ്ങോട്ട് വന്നതെന്നും കൂടി പറയാണ് കേട്ടോ ആദർശ്. ഇനിയിപ്പോ നീ എന്തൊക്കെ കരഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാവില്ല. ഒന്ന് മനസ്സിലാക്കിക്കോ, എന്റെ കൂടെ നിന്നിട്ട് എന്നോട് വിശ്വാസവഞ്ചന ചെയ്തതാണ് ഏറ്റവും വലിയ പാപം. വിശ്വാസമില്ലായ്മ പെട്ടെന്ന് തന്നെ വരും, പക്ഷെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നീ എന്തൊക്കെ നാടകം ആടിക്കഴിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ ഇനി ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എൻ്റെ മുത്തശ്ശൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത്. നിനക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു അധികാരമോ അവകാശമോ ഒന്നും കിട്ടില്ല. ഞാൻ ആരംഭിക്കണമെന്ന് വിചാരിച്ച കാര്യം നീ ആരംഭത്തിലേക്ക് എടുത്തി, ഇനി അത് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവിടുന്ന് പോവാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന നയനയെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.